ഇവിടെ നമുക്ക് ഇറാനിലെ സംഭവങ്ങളിലേക്ക് ഒന്ന് പോയി കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഇറാനിൽ സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ചി, ഈ അബ്ബാസ് അരക്ചിയാണ് പാകിസ്ഥാനിലും മറ്റുമെത്തി മധ്യസ്ഥ ചർച്ചകൾക്കും മറ്റും ശ്രമം നടത്തിയിരിക്കുന്ന ആൾ. അബ്ബാസ് അരക്ചിയെ പുറത്താക്കാൻ ഇപ്പോൾ അവിടുത്തെ പ്രസിഡന്റും ഒപ്പം സ്പീക്കറും പാർലമെന്റ് സ്പീക്കറും ചേർന്ന് തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സും പ്രസിഡന്റും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാണ് അബ്ബാസ് അരക്ചിയുടെ തല തൊപ്പിതെറിക്കാനുള്ള ശ്രമങ്ങൾക്ക് പിന്നിൽ എന്നാണ് ഇപ്പോൾ വിവരം. പാകിസ്ഥാനിൽ നടന്ന ചർച്ചകളിൽ പ്രസിഡന്റിനെ അറിയിക്കാതെ റവല്യൂഷണറി ഗാർഡ് ചീഫിന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് അബ്ബാസ് അരക്ചി പ്രവർത്തിക്കുന്നു എന്നാണ് ഇപ്പോൾ വിമർശനം ഉയർന്നിരിക്കുന്നത്. അതായത് അബ്ബാസ് അരക്ചി ഒരു മന്ത്രി എന്നതിനേക്കാൾ അപ്പുറം ഒരു റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ കമാൻഡർ എന്ന നിലയ്ക്കാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് എന്നുള്ള വിമർശനമാണ്. നമുക്കറിയാം അവിടുത്തെ അധികാര സംവിധാനങ്ങളിൽ ഇപ്പോൾ മുസ്തഫ ഖമനേയി അത്ര സുഖകരമായ ഒരവസ്ഥയിലല്ല. റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ കയ്യിലാണ് ഈ അധികാരം എന്നുള്ള തരത്തിലുള്ള ചില വാർത്തകളൊക്കെ കഴിഞ്ഞ ദിവസം പുറത്ത് വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നായി മാറുകയാണ്. ഇതിപ്പോൾ അജയ് സുധാ ബിജു, പ്രസിഡന്റ് ട്രംപ്, അമേരിക്കൻ പ്രസിഡന്റ് തുടർച്ചയായി പറയുന്നുണ്ട് 3ഉം 4ഉമായി വിഘടിച്ചിരിക്കുകയാണ് ഇറാനിലെ ഭരണ സംവിധാനമെന്ന്. അത് സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ടുകളല്ലേ ഇപ്പോൾ പുറത്തു വരുന്നത്. അവിടെ ഭരണ സംവിധാനത്തിലൊരു മാറ്റമുണ്ടാകാനുള്ള സാഹചര്യമുണ്ടല്ലോ. അധികാരം സൈന്യത്തിൻ്റെ പക്കലേക്ക് വന്നാൽ അബ്ബാസ് അരക്ചി അവിടുത്തെ പ്രധാനിയായി മാറുകയും ചെയ്യും. തീർച്ചയായിട്ടും ഇപ്പോൾ ആദ്യഘട്ടത്തിൽ ട്രംപ് ഇത്തരം വാദങ്ങൾ മുന്നോട്ട് വെച്ചപ്പോൾ ട്രംപ് എപ്പോഴും പറയുന്നത് പോലെയുള്ള ചില പൊള്ളയായിട്ടുള്ള വാദങ്ങൾ എന്ന് മാത്രമാണ് ലോകം കരുതിയിരുന്നത്. പക്ഷേ ഇറാനിൽ നിന്ന് തന്നെയുള്ള ചില കാര്യങ്ങൾ പല നേതാക്കളും പലതരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നത്, ഹോർമുസ് കടലിടുക്കിൻ്റെ കാര്യത്തിൽ തന്നെ വ്യക്തമായിട്ടുള്ള ഒരു പ്ലാനിങ് അവിടെ ഇല്ലാത്തത്, അതുപോലെ ഇപ്പോഴുള്ള കാര്യം തന്നെ നമ്മൾ ഉദാഹരണമായി എടുത്തു നോക്കുകയാണെങ്കിൽ ചില നേതാക്കൾ, അതായത് ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ ആണെങ്കിലും ഇറാന്റെ പ്രസിഡന്റ് ആണെങ്കിലും അവർക്ക് US നേരെ ശക്തമായിട്ടുള്ള ഒരു നിലപാടുമായി മുന്നോട്ട് വരുമ്പോൾ മറ്റ് ചിലർ ഒരു മിതമായിട്ടുള്ള ഒരു സമീപനത്തിലൂടെ മുന്നോട്ട് പോകുന്നത്, ഇതെല്ലാം നമുക്ക് അവിടെ കാണാനാകുന്നുണ്ട്.